ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഞാൻ വന്നായിരുന്നു. നമുക്ക് ഒരു ഓർഡർ ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഈ വീക്കിൽ. അപ്പം ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വെച്ച് ഈ വീക്കിൽ സ്കിൻ കെയർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എപ്പോഴും പല പ്രൊഡക്റ്റുകളും മേടിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് സ്കിൻ കെയർ ഈ വീക്ക് കണ്ടിന്യൂസ് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നായിട്ട് തുടങ്ങിയത്. എനിക്ക് കണ്ണിന് കുരുവൊക്കെ ഒന്ന് ചെറിയൊരു കംപ്ലൈൻറ്റും കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ആ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ എൻ്റെ സ്കിൻ കെയർ ഞാൻ ചെയ്യാൻ പോണ ഹോം മെയ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സ്കിൻ കെയർ കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പല വീഡിയോസിലും കാണുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ കാണിക്കണമല്ല, ഞാൻ പറയുകയോ ചെയ്യണേ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് അരിപ്പൊടിയും മഞ്ഞളും പാലും ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഇതാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ അരിമാവും പാലും മഞ്ഞളൊരു നുള്ളിട്ടാൽ മതി. അരിമാവും പാലും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തിട്ട് 5 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ഉണക്കിയിട്ട് 30 മിനിറ്റ് വെച്ച് ഉണക്കിയിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യണതെന്ന് വെച്ചാൽ ഇത് ചെയ്യണതിൻ്റെ ഗുണങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങളിത് പലരും ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു അറിവും ഇതും വെച്ച് ചെയ്ത് കാണിച്ച് റിസൾട്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. പക്ഷേ അതിന് മുമ്പ് ഇതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇത് ചെയ്യണതിന് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം അരിമാവ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പാല്. പിന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഓക്കെ ആവുമെന്ന് ഞാൻ പറയണില്ല. അപ്പം ചിലർക്ക് കുരുക്കൾ വരാൻ പല ഇതുണ്ടാവും. പക്ഷേ ഓക്കെ ആവണവരുണ്ടാവും, ഓക്കെ അല്ലാത്തവരുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ലാണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനതാണ് മെയിനായിട്ട് പറയണം. ഇതിൻ്റെ ഗുണവും ഇതെന്താണ് ഇത് ചെയ്യണോണ്ടുള്ള കാര്യം ഞാനൊന്ന് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം പറയേണ്ടുന്ന അരിമാവിലെ പോഷകഘടകങ്ങൾ നമ്മുടെ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടാണ് സഹായിക്കണം. അപ്പോൾ ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മൃതകോശങ്ങളെ പുറന്തള്ളുന്നു. എന്നിട്ട് ഇതിൽ അൾട്രാവയലറ്റിലെ ഫ്ലൂറിക് ആസിഡും ഇപ്പോൾ ഈ അരിമാവിൽ ഫ്ലൂറിക് ആസിഡും അലൻഡ് ഓയിലും ചേർന്ന് നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഈ അരിമാവിലേക്ക് നമ്മുടെ പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചർമ്മത്തിന് നല്ല തിളക്കം വരുന്നു. പിന്നെ മഞ്ഞളുടെ പ്രാധാന്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾ കിട്ടുമ്പോൾ സ്കിന്നിന് തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നിങ്ങും, തിളക്കം തന്നെയാണ് ബ്രൈറ്റ്നിങ്, ഒരു ഫ്രഷ്നെസ്സും കിട്ടുന്നു. അതാണ് ഇതുകൊണ്ട് ഈ ഒരു മിക്സിങ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങളെ ആദ്യം വ്യക്തമാക്കി തന്നല്ലോ, എന്നിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒന്ന് വെച്ച് 5 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഈ ഇതിൻ്റെ ചെയ്യണതിൻ്റെ ഗുണങ്ങളും കൂടി പറഞ്ഞാലല്ലേ നിങ്ങൾക്കൊന്നും കൂടി അതിൽ എങ്ങനെയാണ് ഇതിൻ്റെ എന്തോരം ഇതിന് എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങി ഇനി വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട്സ്, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നതിനേക്കാളും ഒരു ബ്രൈറ്റ്നിങ്ങും ഒരു ഗ്ലോയൊക്കെ തോന്നണില്ലേ, ഒരു ചെറിയൊരു വൈറ്റനിങ്ങും പറയാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ പുതിയൊരു സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ്, ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് പറയാവുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ ഉള്ളതാണ്. എനിക്കങ്ങ് അത്ര ഒന്ന് അവരുടെ സൗണ്ടും കാര്യങ്ങളും ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ വരും, ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.